Hi all, welcome back. ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടെല്ലാം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ ഏകദേശം ഒരു 350 ഗ്രാമോളം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട കേട്ടോ, കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ സീഡ് പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1/2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. അതിന് പകരം ചെറുനാരങ്ങ നീരാലും പുളിക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് തൈരും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാല ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ്. അങ്ങനെ ഇതാ ഞാൻ അരമണിക്കൂറിന് ശേഷമാണ് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. കുറച്ച് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ, നമ്മുടെ പാൻ്റെ എല്ലാ സൈഡിലുമായിട്ട്. എന്നിട്ട് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഇതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇപ്പം കണ്ടില്ല, അത്യാവശ്യം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം അടപ്പ് തുറന്നിട്ട് തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പാനിൽ അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കിടപ്പില്ല. അതുകൊണ്ട് ഇനി ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ സവാള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള സവാളയും പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം, ഇതുപോലെ ഓവർ ചെറുതായിട്ടല്ല കേട്ടോ, നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ കട്ട് ചെയ്യില്ല, ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒട്ടും തന്നെ നിർബന്ധമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് യൂസ് ചെയ്യുക കേട്ടോ. ഗ്രീൻ ചില്ലി സോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ പച്ചമുളക് തന്നെയാണ് ഇടുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് വഴച്ചെടുക്കുക. ഒരുപാട് അങ്ങനെ സവാളയും ക്യാപ്സിക്കൊന്നും വഴറ്റാൻ പാടില്ല. ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ചെറിയൊരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇത് നമ്മുടെ സവാളയും ക്യാപ്സിക്കം ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് 2-2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ അളവിൽ. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ സോസ് ഒരുപാട് കൂടണ്ട കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം, കാരണം സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. അതുകൊണ്ട് ഞാനിനി എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കണം. അതിനായിട്ട് തന്നെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഒരേ അളവുള്ളത് കിട്ടുകയാണെങ്കിൽ മാക്സിമം അതന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ബ്രെഡ് വേസ്റ്റായി പോവുകയോ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അടപ്പോ അല്ലെങ്കിൽ എന്തായാലും ബോട്ടിലോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് മുഴുവനായിട്ട് അങ്ങനെ ചെയ്യേണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് 2 ബ്രെഡ് ഒന്നിച്ച് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ അടപ്പ് കൊണ്ട് പ്രസ് ചെയ്ത് അവിടെ പിടിക്കുക കേട്ടോ. എൻ്റെ സൈഡൊക്കെ പതുക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ ടൈറ്റിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും കേട്ടോ. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒട്ടിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ല, ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ, ഒരു പ്രശ്നവും. പിന്നെ ബ്രെഡ് ചിലത് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെ റെഡി ആയിട്ട് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് സ്ലൈസ് ബ്രെഡ് തന്നെ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്ത
ഈ ഒരു ബൗളിലേക്ക് ഇതാ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റിൻ്റെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സ് ആവാനിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയുക സൈഡൊക്കെ ഇല്ലേ, അത് ഞാൻ ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു 4-5 ബ്രെഡ് പോക്കറ്റിനുള്ള ബ്രെഡാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഓരോ ബ്രെഡ് എടുക്കുക, ഇതുപോലെ മുട്ടയുടെ മിക്സിൽ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നോർമൽ ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളാണ് പരിപാടി. ഫില്ലിങ്ങും ഒക്കെ സിമ്പിളല്ല, ഒരുപാട് സമയം മെനക്കെട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുത്, അപ്പോൾ എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര ഡാർക്ക് കളറാവുന്നതിന് വേണ്ടി നിൽക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റിൻ്റെ ബ്രെഡ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും കേട്ടോ. അങ്ങനെ വീർത്ത് വന്നാലാണ് നല്ല പോക്കറ്റായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതുപോലെ ഒരു കത്തിയോ കത്രികയോ വെച്ചിട്ട് ജസ്റ്റ് മിഡിൽ നിന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും മുറിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ല, കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പോക്കറ്റായിട്ട് വരും, കാരണം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് വീർത്തിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിറച്ച് കൊടുക്കുക കേട്ടോ. എത്രത്തോളം ആ ഒരു പോക്കറ്റ് കൊള്ളുന്നോ അതിനനുസരിച്ച് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പോക്കറ്റ്, ചില്ലി ചിക്കൻ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ് ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ചില്ലി ചിക്കൻ പോക്കറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്